കമ്മ്യൂണിസ്റ്റ് മൂല്യത്തകർച്ചയെക്കുറിച്ച് നോവലിലൂടെ തുറന്നെഴുതി മുതിർന്ന CPI നേതാവ് C. ദിവാകരൻ കഥാപാത്രങ്ങളിലൂടെ പുതിയ നേതൃത്വത്തെയും രീതികളെയും രൂക്ഷമായി വിമർശിക്കുന്നുണ്ട്. തന്റെ അനുഭവങ്ങളും കമ്മ്യൂണിസ്റ്റ് നോവലിൽ ഉൾപ്പെടുത്തുന്നുണ്ടെന്ന് C. ദിവാകരൻ പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭിന്നിപ്പും പുതിയ കൂട്ടുകെട്ടുകളും പലതരത്തിലുള്ള പരസ്പര അഭിരമിച്ചുകൊണ്ടുള്ള അധികാര രാഷ്ട്രീയ അരങ്ങേറ്റങ്ങൾക്ക് കേരളം സാക്ഷിയായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിനായി വർഗശത്രുക്കളുമായി സന്ധി ചെയ്യുന്നതായി പാവപ്പെട്ട വിഭാഗങ്ങൾ തെറ്റിദ്ധരിച്ചു. ഗ്രാമങ്ങളിലും ഇലടഞ്ഞ വരാന്തരങ്ങളിലും എത്തി പാവപ്പെട്ടവരുടെ നീതിക്ക് വേണ്ടി പ്രവർത്തനങ്ങൾ നീക്കാനുള്ള സഖാക്കളുടെ എണ്ണം കുറഞ്ഞു. സംശയിക്കേണ്ട, ഈ വിമർശനങ്ങൾ C. ദിവാകരൻ എന്ന CPI നേതാവ് പറയുന്നതല്ല. അദ്ദേഹത്തിന്റെ കഥാപാത്രമായ നരേന്ദ്രൻ നോവലിൽ പറയുന്നതാണ്. മുതിർന്ന CPI നേതാവ് C. ദിവാകരൻ തന്റെ 12ാമത്തെ പുസ്തകം പ്രസിദ്ധീകരിച്ചു. പക്ഷേ ഇത്തവണ നോവലാണ്. പേര് കമ്മ്യൂണിസ്റ്റ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് നോവൽ വികസിക്കുന്നത്. വിമോചന സമരം പൊട്ടിപ്പുറപ്പെട്ടു. കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം ജന്മിവർഗത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വഴങ്ങാൻ കൂട്ടാക്കിയില്ല. ധീരമായ ചെറുത്തു നിന്നു. പ്രകോപിതമായ വർഗശത്രുക്കൾ രാഷ്ട്രീയ ഗൂഢാലോചന നടത്തി സർക്കാരിനെ അട്ടിമറിച്ചു. കമ്മ്യൂണിസ്റ്റുകാരനായ നരേന്ദ്രനും ശിവനും തമ്മിലുള്ള സംഭാഷണങ്ങളാണ് നോവലിൽ കൂടുതലും. തന്റെ അനുഭവങ്ങളും കഥാപാത്രത്തിലൂടെ തുറന്നെഴുതിയിട്ടുണ്ടെന്ന് എഴുത്തുകാരൻ. ഇതിലൊരു കമ്മ്യൂണിസ്റ്റുകാരനെ നിങ്ങൾ കാണാം, നരേന്ദ്രനേക്കാൾ വലിയൊരു കമ്മ്യൂണിസ്റ്റുകാരൻ ഇതിനെ കാണാം. അതാണ് ശിവനും നരേന്ദ്രനും തമ്മിലുള്ള ബന്ധങ്ങളിലുണ്ടായ വിള്ളലുകളും കാലുവാരലുകളും വഞ്ചനയും എല്ലാം ഇതിൽ കാണാം. അത് സമകാലീന കേരള രാഷ്ട്രീയത്തിലുള്ളതാണ്. ഞാൻ ഈ കഥാപാത്രങ്ങളെല്ലാം പറയുന്നത് വസ്തുതകളാണ്, എൻ്റെ അഭിപ്രായമാണ്. ഞാനാണ് സംസാരിക്കണതല്ല. ഇതൊക്കെ ഞാൻ കണ്ടും അനുഭവിച്ചതാണല്ലോ. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ നാളുകൾ ഞാൻ കണ്ടതാണ്. കമ്മ്യൂണിസ്റ്റ് എന്ന നോവലിന് 2ാം ഭാഗം എഴുതാൻ ഒരുങ്ങുകയാണ് C. ദിവാകരൻ. ഇതിൻ്റെ 2ാം ഭാഗം എഴുതണമെന്നുണ്ടായിരിക്കും. സഖാവ് ശിവനും നരേന്ദ്രനും തമ്മിലുള്ള സംവാദം തുടരുകയാണ്. ക്യാമറാമാൻ രഞ്ജിത്ത് ഫ്രാൻസിസിനൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം.